ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കൈലാസിന്റെ ആ ഒരു ക്രൂരത കാരണം ഇഷിത ബെഡിൽ നിന്ന് നിലത്തേക്ക് വീഴുവാണ്. ബെഡിൽ നിന്ന് നിലത്തേക്ക് വീഴുന്ന ഇഷിതക്ക് ബോധം വരുന്നില്ല കേട്ടോ. കൈലാസ് ആണെങ്കിൽ ഒരുപാട് പ്രാവശ്യം വിളിക്കുന്നുണ്ട്, ഇഷിത ഇഷിത എടി ഇഷിത എഴുന്നേക്കടി എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കോരി ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇഷിത എഴുന്നേക്കുന്നേ ഇല്ല. അതിനുശേഷം കൈലാസ് ആകെ പേടിച്ചു വരച്ചിട്ട് വേഗം തന്നെ നിലത്തേക്ക് ഓടി പോവാട്ടോ. നിലത്തേക്ക് ഓടി പോകുന്നു. കറക്റ്റായിട്ട് മഹേഷിന്റെ വായിൽ തന്നെ വന്ന് പെടുവാണ്. മഹേഷ് ചോദിക്കണ്ട, ആഹാ ഇതെന്താ അളിയൻ ഇവിടെ നിക്കണത്? ഒന്നുമില്ല അളിയ, അല്ല അളിയൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്, ഇന്നത്തെ നേരത്തെ തിരിച്ചത്? വേറൊന്നുമല്ല, അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അല്ല അളിയൻ എന്ത് ഇങ്ങോട്ട് നിക്കണത്? വീട്ടിലെന്താ പോയില്ലേ? അത് ഞാൻ ഫ്ലാറ്റിലേക്ക് പോയപ്പോ അവിടെ ആരും ഇല്ല, അവരെല്ലാം സിനിമക്ക് പോയെന്നാ പറഞ്ഞത്. അതോ എനിക്കൊരു ബിസിനസിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി. ഓഹോ, അപ്പോ ഇഷിത വന്നില്ലായിരുന്നോ? ഞാൻ ശ്രദ്ധിച്ചില്ല, അവിടെ കണ്ടില്ലായിരുന്നോ? ഇഷിത വരേണ്ട സമയമായല്ലോ. അളിയൻ വാ. അല്ല മഹേഷ്, എനിക്ക് പുറത്തു പോകേണ്ട ഒരു ആവശ്യം, അളിയൻ വാ അളിയ എന്ന് വിളിച്ചിട്ട് മഹേഷ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അതിനുശേഷം ഇഷിതയെ വിളിക്കുന്നുണ്ട്. ഇഷിത ഇഷിത എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇഷിത വിളി കേൾക്കുന്നില്ല. മഹേഷ് പറയണ്ട്, അതെ ചിലപ്പോഴേ അപ്പുറത്തെ ഫ്ലാറ്റിൽ പോയിട്ട് കാണുമായിരിക്കും, ഇവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഫ്ലാറ്റിലേക്ക് പോയിട്ടുണ്ടാവുമായിരിക്കും എന്ന് പറയാണ്. അതെ അതെ എന്ന് കൈലാസ് പറയുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ മഞ്ജുമയും അതുപോലെ സ്വപ്നവലി അവിടെ നിന്ന് വരുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, കൈലാസേട്ട നല്ല പണിയാട്ടോ കാണിച്ചത്, സിനിമാ തിയേറ്ററിൽ ഞങ്ങളെ പറഞ്ഞു വെച്ചിട്ട് കൈലാസേട്ട പതുക്കെ മുങ്ങിയല്ലേ. എന്റെ പൊന്നു മോളെ, എനിക്ക് പെട്ടെന്ന് ഒരു ക്ലയന്റിന്റെ മീറ്റിംഗ് വന്നു അർജന്റായിട്ട്, അതുകൊണ്ടല്ലേ പോയത്. അല്ല അമ്മ ഇഷിതനെ കണ്ടായിരുന്നു എന്ന് മഹേഷ് ചോദിക്കുമ്പോ, നിന്റെ ഭാര്യ ഞാൻ കണ്ടൊന്നുമില്ല, ആർക്കറിയാം അവൾ എവിടെ പോയെന്ന്. നീ 2 ദിവസം ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും അവൾ അവളുടെ തനി സ്വഭാവം പുറത്തെടുത്തു. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അമ്മ പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്ന് മഹേഷ് ചോദിക്കുമ്പോ, ഞാനായിട്ടൊന്നും പറയുന്നില്ലേ, ഒരു കാര്യം മാത്രം മഹേഷേ ഞാൻ നിന്റെ അടുത്ത് പറയാം. നിന്റെ ആദ്യ ഭാര്യയിൽ നിന്ന് നിനക്ക് എന്ത് അനുഭവമാണോ ഉണ്ടായത്, അതുപോലെ തന്നെ ഒരു അനുഭവം തന്നെയായിരിക്കും നിന്റെ രണ്ടാമത്തെ ഭാര്യയിൽ നിന്ന് ഉണ്ടാവാൻ പോണത്. അമ്മ പറഞ്ഞിരുന്നത് എന്താണ്? ഇഷ്ടക്കൊരു അവിഹിതം ഉണ്ടെന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല ശരിക്കും കണ്ണുകൊണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവൾ എന്തായാലും ഇവിടുന്ന് ചാടി പോകുന്നുള്ള കാര്യം. അമ്മക്ക് മടിയില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? വരുന്ന മരുമക്കൾക്ക് അമ്മ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? ഇങ്ങനെയാണെങ്കിൽ ആ വിനോദിനെ കൊണ്ട് ഞാൻ അനുഗ്രഹനെ വിവാഹം കഴിപ്പിക്കാൻ വാക്ക് കൊടുക്കില്ലായിരുന്നു. കാരണം ആ കുട്ടി നാളെ ഇവിടെ കയറി വരുമ്പോഴേക്കും അമ്മ ഇതുപോലത്തെ പെരുമാറി കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലിയും എന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കഷ്ടത്തിലാവുമ്പോൾ, പിന്നെ ആ പെണ്ണിന്റെ വിഷമവും ഞാൻ തന്നെ കാണേണ്ടി വരും. ഞാൻ മുൻകൈ എടുത്ത് നടത്തി കൊടുക്കുന്ന കല്യാണം ആണല്ലോ ഇത്. എടാ ഇഷിതനെ പോലെ അല്ല അനുഗ്രഹം എന്നല്ല, ഭയഭക്തി ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയാണ്. ഇഷിത അങ്ങനെ തന്നെയാണ്, ഡോക്ടറായിട്ട് കുറച്ച് തന്റേടും ഉണ്ട്, അതാണ് അമ്മക്കൊക്കെ ഒരു കുഴപ്പം. അമ്മ എന്തായാലും ഇഷിതനെ കുറ്റം പറയുന്നത് കുറച്ച് കൂടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മക്ക് അവളോട് ദേഷ്യമൊന്നുമില്ലെന്ന് എനിക്ക് അറിയാം. ഈ മഞ്ജുമ ചേച്ചിയാ എരിപിരി കയറ്റി കൊടുക്കണത്. മഹേഷ്, നീ എന്താ പറഞ്ഞിരുന്നത്? നിന്റെ ഭാര്യനെ അമ്മേനെ തമ്മിൽ അടുപ്പിക്കണത് ഞാനാണെന്നാണോ? അതെ, അതിലൊരു സംശയമില്ല. എന്തായാലും ഇഷിത ഇവിടെ ഇല്ല, ഞാൻ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാണ് മഹേഷ്. ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലടിക്കുമ്പോൾ മാഷാണ് വാതിൽ തുറക്കുന്നത്. ഇതാര്? മഹേഷോ, വാ അകത്തേക്ക് വാ. അകത്തേക്ക് വരുന്നില്ല അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ മഹേഷ്? അപ്പോഴേക്ക് പ്രിയാമണി വരുന്നുണ്ട്. ഇതാര്? മോനെന്താ പുറത്തിരുന്ന് സംസാരിക്കണ? അകത്ത് വാ. എല്ലാമേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എത്ര തിരക്കുണ്ടെങ്കിലും അകത്തിരുന്നിട്ട് സംസാരിക്കാലോ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ അകത്തേക്ക് വിളിക്കാട്ടോ. ശേഷം മഹേഷിനോട് ചോദിക്കണ്ടേ, അല്ല എന്താ മോനെ പറയാനുള്ളത് എന്ന് മാഷ് ചോദിക്കുമ്പോ, അത് ഇഷിത ഇങ്ങോട്ട് വന്നിരുന്നോ? ഇല്ല, അവളിന്ന് വന്നേ ഇല്ല. ഇന്നലെ അതെ, ഫോണിൽ വിളിക്കുമ്പോഴാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണ്. ഞങ്ങൾക്ക് അവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവിടെ മഞ്ജിമയുടെ ഭർത്താവും കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ, അവർക്ക് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിൽ വെച്ചിട്ട് ഞങ്ങൾ അവിടെ വരാതിരുന്നത്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാലോ. അപ്പോ ഇഷിത അവിടെ വന്നിട്ടില്ലെന്നാണോ മോൻ പറയണത്? അതെ, അയാൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഈ ഹോസ്പിറ്റലിൽ ഇതിന് തിരക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞത്. ഇനി വല്ല ആദ്യനെങ്ങാനും കണ്ട് അവന്റെ കൂടെ ഞാൻ സംസാരിച്ച്, എനിക്കറിയില്ല, അയാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണും കിട്ടുന്നില്ല, എന്തോ പോലത്തെ ടെൻഷൻ പോലെ ആവുന്നു എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട്. എന്തായാലും മഹേഷിനെ ഇഷിതനെ കണ്ടുപിടിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ പോലും ഇഷിതേന അവിടെ നിന്ന് പോലീസ് റാഞ്ചിക്കൊണ്ട് പോവാണ്. വേറെ ഒന്നിനുമല്ല, സ്റ്റേഷനിൽ കൊണ്ടുപോട്ടോ, ജയിലിലേക്ക് ഇടുകയാണ്. മഹേഷ് ഈ കാര്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ജോർജാണ് പോലീസ്. അപ്പൊ ജോർജ് ആണെങ്കിൽ മഹേഷിനോടുള്ള ദേഷ്യം, ഇഷിതയെടുത്തുള്ള ദേഷ്യം, വിനോദിനോടത്തുള്ള ദേഷ്യം, അങ്ങനെ എല്ലാ ദേഷ്യവും തീർക്കുന്നത് ഈ ഒരു അവസരത്തിലാട്ടോ. മഹേഷിനോട് പറയുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, എന്റെ ഭാര്യനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. അത് നിന്റെ ഭാര്യ തെറ്റ് ചെയ്തു, അതുകൊണ്ടാണ് ഞങ്ങളിവിടെ അറസ്റ്റ് ചെയ്തത്. തെറ്റോ? എന്ത് തെറ്റാ എന്റെ ഭാര്യ ചെയ്തത്? നിന്റെ ഭാര്യയുടെ കാറിന്ന് കുറച്ച് ലഹരി പദാർത്ഥങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ലഹരി പദാർത്ഥോ? ഇത് ഫേക്ക് ആണ്. ഇല്ല, ഒരിക്കലും ഇഷിത അങ്ങനെ ചെയ്യില്ല. അതേടാ, വീട്ടിലുള്ള എല്ലാവർക്കും ഇങ്ങനെ തന്നെയാ വിശ്വാസം. ചില സമയത്ത് ഞങ്ങൾ പിള്ളേരെ പിടിക്കാനുണ്ട് ഈ കാര്യത്തിന്. അപ്പൊ അവരുടെ അച്ഛന്മാർ എന്താ പറയണെന്ന് അറിയാവോ? അയ്യോ, എന്റെ മക്കൾ ഇങ്ങനൊന്നും ചെയ്യില്ല, എന്റെ മക്കൾ നല്ല മക്കളാണ്, ലോകത്തെ എന്റെ മക്കളെ പോലത്തെ വേറൊരു മക്കളെയും കാണില്ല എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അവർക്കറിയില്ലല്ലോ അവർക്ക് വേറൊരു മുഖം ഉണ്ടെന്ന്. അതുപോലെ തന്നെ നിന്റെ ഭാര്യ ഡോക്ടർ ഇഷ, നിന്റെ അടുത്ത് ചിലപ്പോൾ ഭയങ്കര സ്നേഹസമ്പന്നയായിട്ടുള്ള ഭാര്യ ആയിരിക്കും, പക്ഷെ അവൾ അങ്ങനെയല്ലടാ. അവളെ ശരിക്കും പറഞ്ഞ
പക്ക ക്രിമിനലാണ്. എന്തായാലും ഞാൻ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്. നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്താ ചെയ്തോളൂ എന്ന് പറയാണ്. പറ്റില്ല, കോടതിയിൽ ഹാജരാക്കരുത്. ഹാജരാക്കി കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നമാവോ? അയാൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ കള്ളത്തെളിവൊക്കെ എടുത്തിട്ടുണ്ടാവുമല്ലോ. നീ എന്താ പറഞ്ഞത്? അപ്പൊ ഞങ്ങൾ പോലീസുകാരാണ് നിന്റെ ഭാര്യ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്തെന്നാണോ പറയണത്? അതെ, നിങ്ങൾ തന്നെ അങ്ങനെ ചെയ്ത്. മൈൻഡ് ഇറ്റ്, ഇറങ്ങി പോടോ എന്ന് ജോർജ് പറയുമ്പോൾ മഹേഷ് ഇല്ല, ഇറങ്ങി പോകാൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് പറയാണ്. അവിടേക്ക് വിനോദ് വരുന്നുണ്ട്. എന്താ ഏട്ടാ, എന്താ കാര്യം ചോദിക്കുമ്പോ എനിക്കൊന്നും അറിയില്ല. ഇഷിതയുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് ലഹരി പദാർത്ഥോ ഡ്രഗ്സോ എന്തോ കിട്ടിയെന്നൊക്കെ അവര് പറയണത്. എന്താ ജോർജ് സാറേ ഇങ്ങനെയൊക്കെ പറയണത്? എന്റെ ഏടത്തി ആയതുകൊണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണതല്ലേ? വിനോദ്, നിങ്ങൾ ഞാനും തമ്മിൽ ഒരു പ്രശ്നമില്ല. നിങ്ങള് ആരോഗ്യം വന്നിട്ട് എന്തോ ഉടക്കും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ അതിന്റെ പേര് നമ്മുടെ സൗഹൃദം കളയേണ്ട കാര്യമില്ലല്ലോ. അതെ, നമ്മുടെ സൗഹൃദം കളയേണ്ട കാര്യമില്ല. അതുകൂടി ഞാൻ നിസ്സാരമായിട്ട് ഒരു കാര്യം പറയാം. എന്റെ ഫ്രണ്ടിന് അത് ചെയ്യാൻ പറ്റുമോ? എന്താ നീ പറഞ്ഞോ? ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ചെയ്യാം എന്ന് ജോർജ് പറയാണ്. എന്നാ ഡോക്ടർ ഇഷിതനെ ഇപ്പൊ തന്നെ റിലീസ് ചെയ്യണം. അയ്യോ വിനോദെ, അത് മാത്രം പറ്റില്ല കേട്ടോ. ഇത് മോളിൽ നിന്നുള്ള ഓർഡറാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാണ്. ശേഷം നമ്മുടെ മഹേഷിനും അതുപോലെ തന്നെ വിനോദിനും മനസ്സിലായി അവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, വക്കീലിനെ വിളിച്ചിട്ടും കാര്യമില്ല, ഇതെങ്ങനെയെങ്കിലൊക്കെ തെളിയിക്കണം, അതേ ഉള്ളൊരു മാർഗം എന്ന് നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്. വിനോദെ, ഒരു വഴി മാത്രമേ എന്റെ മുമ്പിൽ കാണുന്നുള്ളൂ. എന്താ വഴി? ഏട്ടൻ എന്താണെങ്കിലും പറഞ്ഞു, ഏട്ടന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറയാണ്. അതെ, നീയുള്ള ധൈര്യത്തില ഞാൻ ഈ വഴി തിരഞ്ഞെടുക്കണത്. എന്തായിട്ടാന്ന് ചോദിക്കുമ്പോ, അതെ, എനിക്ക് കുറച്ച് ആൾക്കാരെ സംശയമൊക്കെ ഉണ്ട്. അവരെ ശരിക്കും പെരുമാറിക്കഴിഞ്ഞാൽ സത്യം പുറത്തു വരും. അങ്ങനെയാണെങ്കിൽ ചേട്ടൻ മുമ്പിൽ നടന്നോ, ഞാൻ എന്റെ കുറച്ച് രാഷ്ട്രീയ ഗുണ്ടകളെയൊക്കെ ഇറക്കാം. വേണ്ടടാ, അവരെ വെറുതെ പ്രശ്നത്തിലാക്കണ്ട. ഈ പ്രശ്നം ഒതുക്കാൻ വേണ്ടി നീയും ഞാനും മാത്രം മതി. അല്ല, ഏട്ടനെ എവിടെയാ അന്വേഷണം തുടങ്ങാൻ പോണത്? വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങാൻ പോണത്. ഞാൻ ഇന്ന് ഫ്ലാറ്റിലേക്ക് കയറി വന്നപ്പോ കൈലാസേട്ടൻ ഭയങ്കര പരിഭ്രമത്തിലാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായത്. അതുകൊണ്ട് ആദ്യം കൈലാസേട്ടനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ശരിയേട്ടാ, എന്നാ അങ്ങനെ ചെയ്യാം എന്ന് വിനോദും പറയുന്നുണ്ട്. അങ്ങനെ കൈലാസിനെ നല്ല രീതിയിൽ തന്നെ പെരുമാറി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറ, നിങ്ങൾ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, എന്താന്നൊക്കെ പറയാൻ ചോദിക്കുമ്പോ കൈലാസ് ഒന്നിനും മറുപടി പറയുന്നില്ല. കൈലാസ് പറയണ്ടേ, ഇഷിത ചിലപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തെ ആരെങ്കിലും ഇത് ബാഗിൽ വെച്ചതായിരിക്കും, അത് അവള് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, അങ്ങനെയായിരിക്കും പ്രതിയായത്, അല്ലാതെ എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാനിത് യൂസ് ചെയ്യാറുമില്ല എന്നൊക്കെ കൈലാസ് പറയാണ്. മഹേഷ് കുറെ പെരുമാറുന്നുണ്ട്. ശേഷം മഹേഷ് ഇഷിതേനെ കുടുക്കിയ ആൾക്കാരെ സംശയം എന്ന് പറഞ്ഞത് കൈലാസ്, ആകാശ്, ആരോഗ്യമന്ത്രി, ഇവരെയൊക്കെയാണ് കൂടുതൽ സംശയം. ഇവരെല്ലാരെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാന്നുള്ള കാര്യങ്ങളൊക്കെ മഹേഷ് ചെയ്യാൻ പോണ ഭാഗങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ആഴ്ച കാണാൻ പോണത്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ആഴ്ച തന്നെയാണ് ഈ ആഴ്ച കാണാൻ. അത്ര നല്ല എപ്പിസോഡ്സ് ആണ് വരാൻ പോണത്. ഇഷിത ജയിലിൽ കിടക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല. ഇഷിത തലക്ക് വലിയ മുറിവൊന്നും പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു. കെട്ടും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഈ സീരിയലിന്റെ ടൈം 10 മണി ആക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? 8 മണിയാണോ 10 മണി ടൈമാണോ നിങ്ങൾക്ക് കൂടുതൽ ഓക്കെ ആയിട്ട് തോന്നിയത്? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാട്ടോ. താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.